അനുദിന വിശുദ്ധർ ജനുവരി 14 വിശുദ്ധ ദേവസഹായം പിള്ള. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്ത് ഉദ്യോഗസ്ഥനായിരിക്കെ ഹൈന്ദവ വിശ്വാസം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള. 1712 ഏപ്രിൽ 23 കന്യാകുമാരി ജില്ലയിലെ നട്ടാലത്ത് ഗ്രാമത്തിൽ ജനിച്ചു. നീലകണ്ഠപിള്ള എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം. മാർത്താണ്ഡവർമ്മയുടെ കാര്യദർശിയായിരുന്ന അദ്ദേഹം ഡച്ച് സൈന്യാധിപൻ ഡിലനോയിൽ നിന്നാണ് ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞത്. തുടർന്ന് മിഷനറിയായിരുന്ന ബുട്ടാരി എന്ന ഈശോസഭാ വൈദികനിൽ നിന്ന് 1745 മെയ് 17 ലാസർ എന്നർത്ഥമുള്ള ദേവസഹായം പിള്ള എന്ന പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. രാമപുരം, വടക്കേക്കുളം എന്നിങ്ങനെ പല സ്ഥലങ്ങളിലും അദ്ദേഹം ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. ഇത് രാജ്യസേവകർക്കും പിള്ളയുടെ സഹപ്രവർത്തകർക്കുമിടയിൽ കോപം ജ്വലിപ്പിക്കുകയും അവർ പിള്ളയുടെ പേരിൽ രാജ്യദ്രോഹകുറ്റം ചാർത്തി രാജ്യസമക്ഷം അവതരിപ്പിക്കുകയും ചെയ്തു. ജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുക എന്ന് രാജാവ് ഉത്തരവിട്ടു. പ്രാണനേക്കാൾ ക്രിസ്തുവിനെ സ്നേഹിച്ച പിള്ള ക്രിസ്തുവിനൊപ്പം നിന്നു. തുടർന്ന് പല ക്രൂരമർദ്ദനങ്ങളും ജയിൽവാസവും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായി വന്നു. 1752 ജനുവരി 14 പിള്ളയെ വെടിവെച്ച് കൊല്ലാൻ രാജാവ് ഉത്തരവിട്ടു. അങ്ങനെ അദ്ദേഹം ധീര രക്തസാക്ഷിത്വം വരിക്കുകയുണ്ടായി. 2012 ഡിസംബർ 2 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും 2022 മെയ് 15 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായും പ്രഖ്യാപിച്ചു.